ഇറഡ്യൂസിബിലിറ്റി ഓഫ് pth cyclotomic polynomial അതാണ് കൊറോളറി പറയുന്നത്. ഫോർ എനി പ്രൈം പി ദ pth cyclotomic polynomial 5p(x) ആണ് pth cyclotomic polynomial. അതിങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. x raised to p minus 1 divided by x minus 1 equal to x raised to p minus 1 plus x raised to p minus 2 plus etc. plus x plus 1 okay is irreducible over q. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. pth സൈക്ലോട്ടോമിക് പോളിനോമിയൽ എന്ന് പറയുന്നത് ഇതാണ്. ഈ 5p(x) ആണ് pth സൈക്ലോട്ടോമിക് പോളിനോമിയൽ. അപ്പോൾ ആ ന്യൂമറേറ്റർ ഉള്ളതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഡിനോമിനേറ്ററിലുള്ളതുമായിട്ട് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ബാക്കിയുള്ളതാണ് എഴുതിയിരിക്കുന്ന ആ സം എന്ന് പറയുന്നത്. x raised to p minus 1 plus x raised to p minus 2 plus etc. plus x plus 1 എന്ന് പറയുന്നത്. നമുക്ക് പ്രൂഫ് നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5p(x plus 1) ആയിട്ട് നമ്മൾ എഫ് ഓഫ് എക്സിനെ എടുക്കുന്നു. അത് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ദ ഹോൾ റേസ് ടു പി മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 മൈനസ് 1 ഈക്വൽ ടു ഈ എക്സ് പ്ലസ് 1 ദ ഹോൾ റേസ് ടു പി നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് 1 കുറയ്ക്കുന്നു. കുറച്ചിട്ട് അതിൻ്റെ താഴെയുള്ളത് നോക്കിക്കുക. 1ഉം -1ഉം കൂടെ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എക്സ് മാത്രമേ ഉള്ളൂ. അപ്പം ആ എക്സ് മുകളിലുള്ള എല്ലാത്തിൽ നിന്നും ഓരോ എക്സിൻ്റെ പവർ കുറച്ച് എഴുതാം. അപ്പോൾ ബാക്കിയുള്ളതാണ് എഴുതിയിരിക്കുന്നത്. എക്സ് റേസ് ടു പി മൈനസ് 1 പ്ലസ് പി സി 1 എക്സ് റേസ് ടു പി മൈനസ് 2 പ്ലസ് പി സി 2 എക്സ് റേസ് ടു പി മൈനസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് പി സി 1 വരെ ഉള്ളൂ. ഓക്കെ, കാരണം ശരിക്കും പറഞ്ഞാൽ ഈ എക്സ് റേസ് ടു നമ്മൾ എന്താ ചെയ്യുന്നത്, എക്സ് പ്ലസ് 1 ദ ഹോൾ റേസ് ടു പി എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് റേസ് ടു പി പ്ലസ് പി സി 1 എക്സ് റേസ് ടു പി മൈനസ് 1 എന്നാണ് വരുന്നത്. പ്ലസ് പി സി 2 എക്സ് റേസ് ടു പി മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് പി സി 1 എക്സ് പ്ലസ് 1. ഇത്രയാണ് അതിൻ്റെ എക്സ്പാൻഷൻ. ഒരു -1 ഉള്ളതുകൊണ്ട് ലാസ്റ്റിലുള്ള -1ഉം -1ഉം കൂടെ ക്യാൻസലാവും. പിന്നെ ഡിനോമിനേറ്ററിൽ ഒരു എക്സ് കിട്ടും. ആ എക്സും എല്ലാവുമായിട്ട് ഓരോന്നുമായിട്ട് നമ്മൾ എക്സ് കോമൺ എടുത്തിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എല്ലാത്തുനിന്നും ഓരോ എക്സിൻ്റെ പവർ വെച്ച് കുറഞ്ഞു പോകുന്നതിൻ്റെ ബാക്കിയാണത്. വി ക്യാൻ സീ ദാറ്റ് എവരി കോഎഫിഷ്യൻറ്റ് എക്സെപ്റ്റ് ദാറ്റ് ഓഫ് എക്സ് റേസ് ടു പി മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ പി ആൻഡ് ദ കോൺസ്റ്റൻറ്റ് ടൈം ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ പി സ്ക്വയർ ബൈ ഐ. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എക്സ് റേസ് ടു പി മൈനസ് 1ൻ്റെ ഒഴികെ ബാക്കി എല്ലാ കോഎഫിഷ്യൻറ്റും ഡിവിസിബിൾ ബൈ പി ആണ്. അതേപോലെ തന്നെ കോൺസ്റ്റൻറ്റ് ടൈം എന്ന് പറയുന്നത് പി സി 1 എന്ന് പറയുന്നത് പി ആണ്. അതിനെ പി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഐസൻസ്റ്റീൻ ക്രൈറ്റീരിയ യൂസ് ചെയ്യാം. ബൈ ഐസൻസ്റ്റീൻ ക്രൈറ്റീരിയൻ പറയുന്നത് എന്താ? ആദ്യത്തെ ഹയസ്റ്റ് ഡിഗ്രി എക്സിൻ്റെ പവറിൻ്റെ കോഎഫിഷ്യൻറ്റിനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. ബാക്കി എല്ലാത്തിനെയും പി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ലാസ്റ്റിലത്തെ കോൺസ്റ്റൻറ്റിനെ പി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐസൻസ്റ്റീൻ ക്രൈറ്റീരിയൻ വെച്ചിട്ട് എഫ് ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഓവർ ക്യൂ എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇഫ് 5p(x) ഈസ് ഈക്വൽ ടു, അപ്പോൾ എഫ് ഓഫ് എക്സ് നമുക്ക് ഇറഡ്യൂസിബിൾ ആണെന്ന് കിട്ടി എന്ന് വെച്ചാൽ 5p(x plus 1) ഇറഡ്യൂസിബിൾ ആണെന്ന് കിട്ടി. സോ ഇഫ് 5p(x) എന്ന് പറയുന്നത് g ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. വേറെ നോൺ ട്രിവിയൽ ഫാക്ടറൈസേഷൻ. സോ ഇഫ് 5p(x) ഈക്വൽ ടു g ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു നോൺ ട്രിവിയൽ ഫാക്ടറൈസേഷൻ ഓഫ് 5p(x) ഓവർ ക്യൂ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ഫാക്ടറൈസേഷൻ ഉണ്ട്. രണ്ട് ചെറിയ ഡിഗ്രി ഉള്ള രണ്ട് പോളിനോമിയൽ, നോൺ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള രണ്ട് പോളിനോമിയലിൻ്റെ ഫാക്ടറൈസേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക ഓവർ ക്യൂ. ദെൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5p(x plus 1) എന്ന് പറയുന്നത് എന്ത് കിട്ടും? 5p(x) g ഓഫ് എക്സിൻ്റെ എച്ച് ഓഫ് എക്സ് ആയതുകൊണ്ട് 5p(x plus 1) എന്ന് പറയുന്നത് g ഓഫ് എക്സ് പ്ലസ് 1 ഇൻറ്റു എച്ച് ഓഫ് എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. It would be a non-trivial factorization of f of x over q. Since this is impossible, അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിനൊരു ഫാക്ടറൈസേഷൻ കിട്ടി. ഇത് ഇമ്പോസിബിൾ ആണ്. കാരണം നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 5p(x)ഉം എന്തായേ പറ്റുള്ളൂ? ഇറഡ്യൂസിബിൾ ആയേ പറ്റുള്ളൂ. അതിന് ഇങ്ങനെ ഒരു ഫാക്ടറൈസേഷൻ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ എഫ് ഓഫ് എക്സിനും അങ്ങനെ ഒരു ഫാക്ടറൈസേഷൻ ഉണ്ടെന്ന് കിട്ടും. അതൊരു കോൺട്രഡിക്ഷൻ ആവും. കാരണം എഫ് ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആണ്. Since this is impossible, we conclude that 5p(x) is irreducible over q. Okay. Next, example 9.
The polynomial 3x raised to 5 plus 15x raised to 4 minus 20 x cube plus 10x plus 20 is irreducible over q. ഇത് ഇറഡ്യൂസിബിൾ ഓവർ ക്യൂ ആണ്. കാരണം നമുക്ക് ഇത് ഒരു പോളിനോമിയൽ ഉണ്ടെങ്കിൽ അത് ഇറഡ്യൂസിബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൈം കിട്ടിയാൽ മതി. നമ്മുടെ ഐസൻസ്റ്റീൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രൈം ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതി. നമുക്കപ്പോൾ 5 എടുക്കാം. 5 എടുത്തു കഴിഞ്ഞാൽ 5നെ 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ 5 സ്ക്വയർ 25ന് ഒരിക്കലും 20നെ ഡിവൈഡ് ചെയ്യാനും പറ്റത്തില്ല. ബട്ട് 5 ഡസ് ഡിവൈഡ് 15 മൈനസ് 20 10 ആൻഡ് 20. 5 ആദ്യത്തെ 3 ഒഴികെ ബാക്കി എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ടൈമിനെ 5 സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇറഡ്യൂസിബിൾ ഓവർ ക്യൂ ആണ്. അടുത്ത തിയറം 17.5. Cyclic generated by p of x is maximal if and only if p of x is irreducible. അതാണ് തിയറം 17.5 പറയുന്നത്. ഓക്കെ, let f be a field and let p of x belongs to f of x. Then ideal generated by p of x is maximal ideal in f of x if and only if p of x is irreducible over f. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ്. എഫ് എന്ന് പറയുന്നൊരു ഫീൽഡ്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് കോഎഫിഷ്യൻസ് ഫ്രം ദ ഫീൽഡ് എഫ് ആണ്. ആദ്യം നമ്മളൊരു പി ഓഫ് എക്സ് ഒരു പോളിനോമിയൽ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പി ഓഫ് എക്സ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽ മാക്സിമൽ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആവും. അതിൻ്റെ പ്രൂഫ് നോക്കാം. സപ്പോസ് ഫസ്റ്റ് ദാറ്റ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈസ് എ മാക്സിമൽ ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ്. നമ്മൾ മാക്സിമൽ ഐഡിയൽ ആണെന്ന് എടുക്കുന്നു. ക്ലിയർലി പി ഓഫ് എക്സ് ഇസ് നെയ്തർ ദ സീറോ പോളിനോമിയൽ നോർ എ യൂണിറ്റ് ഇൻ എഫ് ഓഫ് എക്സ് ബിക്കോസ് നെയ്തർ സീറോ നോർ എഫ് ഓഫ് എക്സ് ഈസ് എ മാക്സിമൽ ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി എഫ് എക്സ് എന്ന് പറയുന്നത് മാക്സിമൽ ഐഡിയലാണ് നമ്മൾ എടുത്തു. ക്ലിയർലി പി എഫ് എക്സ് എന്ന് പറയുന്നത് സീറോ പോളിനോമിയലും അല്ല. സീറോ പോളിനോമിയലാണെങ്കിൽ നമുക്ക് സീറോ ആയിരിക്കും കിട്ടുന്നത് ഐഡിയലായിട്ട്. അപ്പോൾ അത് മാക്സിമൽ അല്ലല്ലോ. പിന്നെ യൂണിറ്റും അല്ല. യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നത് ആ ഹോൾ സെറ്റ് തന്നെ കിട്ടും, എഫ് ഓഫ് എക്സ് തന്നെ കിട്ടും. കാരണം എന്താ, യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് ഓരോ പോളിനോമിയലിനെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എഫ് ഓഫ് എക്സിൽ അങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാം. അങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ പി ഓഫ് എക്സ് വെച്ചിട്ടാണെങ്കിലും ആ ഐഡിയൽ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെ, പി ഓഫ് എക്സും പിന്നെ ഈ എഫ് ഓഫ് എക്സിലെ ഓരോ പോളിനോമിയലും എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് ഈ യൂണിറ്റ് ആ എലമെൻറ്റ് വെച്ചിട്ട് ബാക്കി എല്ലാത്തിനെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എഫ് ഓഫ് എക്സിലെ എല്ലാ എലമെൻറ്റ്സിനെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അത് യൂണിറ്റ് ഇൻറ്റു എഫ് ഓഫ് എക്സിലെ ഓരോ എലമെൻറ്റും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ യൂണിറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും മാക്സിമൽ ഐഡിയലായിട്ട് നമ്മൾ കണക്കാക്കത്തില്ല. ബിക്കോസ് നെയ്തർ സീറോ നോർ എഫ് ഓഫ് എക്സ് ഈസ് എ മാക്സിമൽ ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ്. ഇനി ഇഫ് പി ഓഫ് എക്സ് ഇനി ഇറഡ്യൂസിബിൾ എന്നാണ് കാണിക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ഫാക്ടറൈസേഷൻ ഉണ്ടെന്ന് എടുക്കുക. ഇഫ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സിൻ്റെ എച്ച് ഓഫ് എക്സ് ഈസ് എ ഫാക്ടറൈസേഷൻ ഓഫ് പി ഓഫ് എക്സ് ഓവർ എഫ്. അങ്ങനെയാണെങ്കിൽ ദെൻ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് സബ്സെറ്റ് ഓഫ് ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ്. കാരണം ചെറിയ പോളിനോമിയൽ കൊണ്ടുണ്ടാക്കുന്ന ഐഡിയൽ ആയിരിക്കും വലുത്. മനസ്സിലായോ? കാരണം പി ഓഫ് എക്സിനകത്ത് ജി ഓഫ് എക്സ് വരുന്നുണ്ട്. അപ്പോൾ പി ഓഫ് എക്സ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയലിനകത്തിൽ ഈ ജി ഓഫ് എക്സ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ആ ഐഡിയലിനകത്ത് നമ്മൾ ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഉറപ്പായിട്ടും വരും. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഐഡിയൽ കണ്ടുപിടിക്കുക? ഈ ജി ഓഫ് എക്സ് വെച്ചിട്ട് എഫ് ഓഫ് എക്സിനകത്തിലെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ജി എഫ് എക്സ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഉറപ്പായിട്ടും ഈ പി ഓഫ് എക്സ് വരും. കാരണം ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് എക്സിനകത്തിലെ ഒരു എലമെൻ്റാണ്. അപ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ പി ഓഫ് എക്സിൻ്റെ എല്ലാ അത് വെച്ച് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ എലമെൻറ്റും ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സിനകത്ത് വരും. അത് സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ദസ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈക്വൽ ടു ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ്. ഒന്നുകിൽ അപ്പോൾ ഈ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയുന്ന മാക്സിമൽ ഐഡിയലാണ് നമ്മൾ എടുത്തത്. ഇപ്പോൾ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന
മറ്റൊരു ഐഡിയൽ ഉണ്ടെന്ന് കിട്ടി. അതാണ് ഐഡിയ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ്. അപ്പോൾ ഇത് മാക്സിമൽ ആയതുകൊണ്ട് ഒന്നുകിൽ ഈ ഐഡിയ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഐഡിയ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സിനോട് ഈക്വൽ ആവും, അല്ലെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആയിരിക്കും ഈ ഐഡിയ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിനും പി ഓഫ് എക്സിനും നമ്മുടെ എഫ് ഓഫ് എക്സിനും ഐഡിയ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിനും എഫ് ഓഫ് എക്സിനും ഇടയിൽ വേറൊന്നും പാടില്ല, മാക്സിമൽ ഐഡിയൽ ആയതുകൊണ്ട്. ഇൻ ദി ഫസ്റ്റ് കേസ് വി മസ്റ്റ് ഹാവ് ഡിഗ് പി ഓഫ് എക്സ്. അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കാം. അപ്പോൾ അതിനകത്തിൽ ഡിഗ് പി ഓഫ് എക്സും ഡിഗ് ജി ഓഫ് എക്സും സെയിം ആയേ പറ്റുള്ളൂ, കാരണം രണ്ടും കൊണ്ടും ജനറേറ്റ് ചെയ്യുന്നത് ഈക്വൽ ആവണമെങ്കിൽ അങ്ങനെ സംഭവിക്കണം. ഇൻ ദി സെക്കൻഡ് കേസ് ഇറ്റ് ഫോളോസ് ദാറ്റ് ഡിഗ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 0. ഡിഗ് ജി ഓഫ് എക്സ് നമുക്ക് 0 ആവണം, കാരണം ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പോളിനോമിയൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിഗ്രി 0 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പോളിനോമിയലായേ പറ്റുള്ളൂ. കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ അല്ലെങ്കിൽ നമുക്ക് ജി ഓഫ് എക്സ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് ഒന്നും കിട്ടത്തില്ല, എല്ലാം എന്താണ് നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടണമെങ്കിൽ അതൊരു എന്താണ് യൂണിറ്റ് ആയാൽ മതി, അത് കോൺസ്റ്റൻ്റ് ആവണം. അപ്പോൾ ഡിഗ് ജി ഓഫ് എക്സ് 0 ആവണം. കോൺസിക്വൻ്റ്ലി ഡിഗ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എന്താവും? ഡിഗ് എച്ച് ഓഫ് എക്സ്. അപ്പം ജി ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ജി ഓഫ് എക്സിൻ്റെ എച്ച് ഓഫ് എക്സ് ആണല്ലോ. അപ്പോൾ രണ്ട് സൈഡ് ഡിഗ്രി എടുക്കുമ്പോൾ നമുക്ക് ഡിഗ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ഡിഗ് പി ഓഫ് എക്സ് എന്ന് കിട്ടും. ദസ് പി ഓഫ് എക്സ് കനോട്ട് ബി റിട്ടൺ ആസ് എ പ്രോഡക്റ്റ് ഓഫ് 2 പോളിനോമിയൽസ് ഇൻ എഫ് ഓഫ് എക്സ് ഓഫ് ലോവർ ഡിഗ്രി. അപ്പോൾ പി ഓഫ് എക്സിനെ നമുക്ക് ഇപ്പോൾ എന്താണെന്ന് കിട്ടി? ഇപ്പോൾ മറ്റേ ലെഫ്റ്റ് സൈഡിലുള്ള പി ഓഫ് എക്സിൻ്റെ റൈറ്റ് സൈഡിലുള്ള എച്ച് ഓഫ് എക്സിൻ്റെ ഡിഗ്രി സെയിം ആണ്, അതേ ഇതിൻ്റെ ഒരു കോൺസ്റ്റൻ്റ് എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. ദസ് പി ഓഫ് എക്സ് കനോട്ട് ബി റിട്ടൺ ആസ് എ പ്രോഡക്റ്റ് ടു പോളിനോമിയൽസ് ഇൻ എഫ് ഓഫ് എക്സ് ഓഫ് ലോവർ ഡിഗ്രി എന്ന് നമുക്കാവും. ഓക്കെ, അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനാണ്. അപ്പോൾ എന്തായേ പറ്റുള്ളൂ? നമ്മുടെ പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആയി പറ്റുള്ളൂ. ഇനി തിരിച്ച് നൗ സപ്പോസ് ദാറ്റ് പി ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഓവർ എഫ്, അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുന്നു. ലെറ്റ് ഐ ബി എനി ഐഡിയൽ ഓഫ് എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് സബ്സെറ്റ് ഓഫ് ഐ സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആണെന്ന് അസ്യൂം ചെയ്യുക. ലെറ്റ് ക്യാപിറ്റൽ ഐ ബി എനി ഐഡിയൽ ഓഫ് എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് സബ്സെറ്റ് ഓഫ് ഐ സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് കാണിക്കേണ്ട ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് മാക്സിമൽ ഐഡിയലാണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഐഡിയൽ നമ്മൾ എടുക്കുന്നു ഐ. ബിക്കോസ് എഫ് ഓഫ് എക്സ് ഈസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയിൻ, വി നോ ദാറ്റ് ഐ ഈക്വൽ ടു ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ് ഫോർ സം ജി ഓഫ് എക്സ് ഇൻ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയിനാണ്, അതുകൊണ്ട് നമുക്ക് ഐ ഈക്വൽ ടു ഏതെങ്കിലും പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയിനാണ് എഫ് ഓഫ് എക്സ്. എഫ് ഫീൽഡാണ്, അപ്പോൾ എഫ് ഓഫ് എക്സ് പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയിനാണ്. അപ്പോൾ നമുക്ക് ഏതൊരു ഐഡിയൽ എടുത്താലും അതിനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ഉണ്ടാവും, അതാണ് ജി ഓഫ് എക്സ്. ഇവിടെ ഐ ഈക്വൽ ടു ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ് ഫോർ സം ജി ഓഫ് എക്സ് ഇൻ എഫ് ഓഫ് എക്സ്. സോ പി ഓഫ് എക്സ് ബിലോങ്സ് ടു ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ്. കാരണം എന്താ? ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ഈ ഐ ആണ്. ഓക്കെ, ആൻഡ് therefore പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്ത് കിട്ടും? ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ്, വേർ എച്ച് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സിനകത്തുള്ളത് കൊണ്ട് നമുക്ക് പി ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് ഇൻറ്റു ഒരു പോളിനോമിയൽ എഴുതും, വേർ എച്ച് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ്. സിൻസ് പി ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഓവർ എഫ്, ഇനി പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണ് തന്നിട്ടുണ്ട്. ഇറ്റ് ഫോളോസ് ദാറ്റ് എയ്തർ ജി ഓഫ് എക്സ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഓർ എച്ച് ഓഫ് എക്സ് ഈസ് എ കോൺസ്റ്റൻറ്റ്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നുകിൽ ഈ എഴുതിയിരിക്കുന്ന ഫാക്ടറൈസേഷനകത്തിൽ ജി ഓഫ് എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എച്ച് ഓഫ് എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, കാരണം ഇറഡ്യൂസിബിൾ ആയതുകൊണ്ട്. ഇൻ ദി ഫസ്റ്റ് കേസ് ജി ഓഫ് എക്സ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ജി ഓഫ് എക്സ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഐ എന്ന് പറയുന്ന ആ ഐഡിയൽ എഫ് ഓഫ് എക്സ് തന്നെ ആവും. ഇനി എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നതും ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സും സെയിം ആയിരിക്കും, അത് ഈക്വൽ ടു ഐ കിട്ടും. സോ പി ഓഫ് എക്സ്, അപ്പോൾ അതിനിടയ്ക്ക് വേറെ ഐഡിയൽ ഒന്നും ഇല്ല,
എന്നായി. ആ ഐഡിയൽ ഐ എന്ന് പറയുന്ന ഐഡിയ ജനറേറ്റ് ബൈ പി ഓഫ് എക്സ് തന്നെയായി. അല്ലെങ്കിൽ നമുക്ക് ഈ ജി ഓഫ് എക്സ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽ നമുക്ക് എഫ് ഓഫ് എക്സ് തന്നെയാണെന്ന് കിട്ടും. മനസ്സിലായി? അപ്പം പി ഓഫ് എക്സിൻ്റെ ആ ഐഡിയലിനും എഫ് ഓഫ് എക്സിനും ഇടയിൽ വേറെ ഐഡിയലൊന്നും ഇല്ല. അപ്പോൾ ഐഡിയ ജനറേറ്റ് ബൈ പി ഓഫ് എക്സ് ഈസ് മാക്സിമൽ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത കൊറോളറി എഫ് ഓഫ് എക്സ് ബൈ ഐഡിയ ജനറേറ്റ് ബൈ പി ഓഫ് എക്സ് ഈസ് എ ഫീൽഡ്. Let f be a field and p of x be an irreducible polynomial over f. Then f of x by idea generated by p of x is a field. അതാണ് നമുക്ക് കാണിക്കേണ്ടത്. എഫ് എന്ന് പറയുന്ന ഫീൽഡാണ്, പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഫീൽഡും പി എഫ് ഇറഡ്യൂസിബിൾ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ബൈ ഐഡിയ ജനറേറ്റ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫീൽഡാണെന്നാണ് പറയേണ്ടത്. ഫ്രം തിയറം 4.4 നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ലെറ്റ് ആർ ബി എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആൻഡ് എ ബി ആൻ ഐഡിയൽ ഓഫ് ആർ. ദെൻ ആർ ബൈ എ ഈസ് എ ഫീൽഡ് ഡിഫൈൻഡ് ഓൺലി ഇഫ് എ ഈസ് മാക്സിമൽ. ആർ ബൈ എ എന്ന് പറയുന്നത് ഫീൽഡ്, എ എന്ന് പറയുന്നത് മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ ആർ ബൈ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫീൽഡാണെന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോറി, നമുക്ക് കിട്ടുന്നത് ഈ 14.4 നിന്ന്. ഓക്കെ, ഇനി തിയറം 17.5 നമുക്ക് എന്ത് കിട്ടും, പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഇറഡ്യൂസിബിൾ ആണെങ്കിൽ ഐഡിയ ജനറേറ്റ് ബൈ പി ഓഫ് എക്സ് മാക്സിമൽ ആണ്. അപ്പം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട് പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആണെന്ന്. അപ്പോൾ ഐഡിയ ജനറേറ്റ് ബൈ പി ഓഫ് എക്സ് മാക്സിമൽ ആവും. അപ്പോൾ ഈ തിയറം 4.4 വെച്ചിട്ട് എഫ് ഓഫ് എക്സ് ബൈ ഐഡിയ ജനറേറ്റ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫീൽഡാവും ആണെന്ന് കിട്ടും. അടുത്ത കൊറോളറി 2, P of x divides A of x into B of x implies P of x divides A of x or P of x divides B of x. Okay, let f be a field and let P of x, A of x, B of x belongs to f of x. If P of x is irreducible over f and P of x divides A of x into B of x, then P of x divides A of x or P of x divides B of x. എഫ് എന്ന് പറയുന്ന ഫീൽഡ് പി എഫ് എക്സ്, എ എഫ് എക്സ്, ബി എഫ് എക്സ് ഇതെല്ലാം എഫ് ഓഫ് എക്സിനകത്തുള്ളതാണ്. പി എഫ് എക്സ് ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണ്. അതേപോലെ പി എഫ് എക്സ് ഡിവൈഡ്സ് എ എഫ് എക്സിൻ്റെ ബി എഫ് എക്സും ആണെങ്കിൽ ഒന്നുകിൽ പി എഫ് എക്സ് ഡിവൈഡ്സ് എ എഫ് എക്സ് അല്ലെങ്കിൽ പി എഫ് എക്സ് ഡിവൈഡ്സ് ബി എഫ് എക്സ്. പ്രൂഫ് നോക്കാം. സിൻസ് പി എഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ തന്നിട്ടുള്ള കാര്യമാണ്. എഫ് ഓഫ് എക്സ് ബൈ ഐഡിയ ജനറേറ്റ് ബൈ പി എഫ് എക്സ് എന്ന് പറയുന്ന ഫീൽഡായിരിക്കാം, നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു. ആൻഡ് ദെയർ ഫോർ ആൻ ഇൻറ്റഗ്രൽ ഡൊമെയിൻ, ഫീൽഡ് ഈസ് ഓൾവേസ് ആൻ ഇൻറ്റഗ്രൽ ഡൊമെയിൻ ആണല്ലോ. ഫ്രം തിയറം 13.4 നമുക്ക് എന്ത് കിട്ടും, വി നോ ദാറ്റ് ഐഡിയ ജനറേറ്റ് ബൈ പി എഫ് എക്സ് ഈസ് എ പ്രൈം ഐഡിയൽ. 14.3 റെഫർ ചെയ്ത് നോക്കുക. സിൻസ് പി എഫ് എക്സ് ഡിവൈഡ്സ് എ എഫ് എക്സ് ഇൻറ്റു ബി എഫ് എക്സ്, അപ്പോൾ പി എഫ് എക്സ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ഐഡിയ ജനറേറ്റ് ബൈ പി എഫ് എക്സിനകത്ത് ഇതുണ്ടെന്ന് പറയാം. കാരണം നമുക്ക് എന്താ പറയുക, ഇത് പി എഫ് എക്സ് കൊണ്ട് ജനറേറ്റ് ചെയ്യുകയെന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും വരും. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാം അതിനകത്ത് വരും. അപ്പോൾ എ എഫ് എക്സ് ഇൻറ്റു ബി എഫ് എക്സും ഇതിനകത്ത് വരും. ദസ് എ ഓഫ് എക്സ് ബിലോങ്സ് ടു ബി ഓഫ് എക്സ് ഓർ ബി ഓഫ് എക്സ് ബിലോങ്സ് ടു പി ഓഫ് എക്സ്. അപ്പോൾ ഒന്നുകിൽ ഇതിലേതെങ്കിലും ഒന്ന് വരും. ഓക്കെ, കാരണം പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പ്രൈമായിട്ടുള്ള ഐഡിയലാണ്. This means that P of x divides A of x or P of x divides P of x. Okay. അടുത്ത എക്സാമ്പിൾ 11. Since x square plus 1 has no 0 in Z3, it is irreducible in Z3. എക്സ് സ്ക്വയർ പ്ലസ് 1 നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. Z3യിൽ ഇതിന് സീറോസ് ഒന്നുമില്ല. നമുക്ക് Z3യിലെ എലമെൻറ്റ്സ് 0, 1, 2 ആണ്. 8 കൊടുക്കുമ്പം എക്സ് സ്ക്വയർ പ്ലസ് 1 0 ആകത്തില്ല. അപ്പോൾ അതിന് സീറോസ് ഒന്നുമില്ല. ദസ് Z3 of x ബൈ ഐഡിയ ജനറേറ്റഡ് ബൈ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് ഇസ് എ ഫീൽഡാണ്. കാരണം ഈ ഐഡിയ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് നോ സീറോസ് ഇൻ Z3 ആണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറഡ്യൂസിബിൾ ആണ്. അപ്പോൾ ഐഡിയ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് മാക്സിമൽ ഐഡിയലായിരിക്കും. അപ്പോൾ Z3 ഓഫ് എക്സ് ബൈ ഐഡിയ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന ഒരു ഫീൽഡാണ് കിട്ടും. ഇനി Z3 ഓഫ് എക്സ് ബൈ ഐഡിയ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി പ്ലസ് ഐഡിയ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 such that a comma b belongs to Z3. അതാണ് ഇതിനകത്ത് വരുന്ന എലമെൻറ്റ്സ്. ദിസ് ഫീൽഡ് ഹാസ് 9 elements. 9 elements എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയും ബിയും Z3 എന്നുള്ളതാണ്. എയ്ക്ക് 3 പോസിബിലിറ്റി ഉണ്ട്. ഏതൊക്കെയാണ്? 0, 1, 2. അതേപോലെ ബിക്ക് 3 പോസിബിലിറ്റി 0, 1, 2. അപ്പോൾ
3 × 3 എല്ലാ പോസിബിലിറ്റീസും ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 9 എലമെൻറ്റ്സ് കിട്ടും. അടുത്തതാണ് യുണീക്ക് ഫാക്ടറൈസേഷൻ ഇൻ Z(x). തിയറം 17.6. Every polynomial in Z(x) that is not the zero polynomial or unit in Z(x) can be written in the form b1, b2, etc. bs into p1 of x into p2 of x into etc. pm of x, where the bi's are irreducible polynomials of degree 0 and the pi of x are irreducible polynomials of positive degree. Furthermore, if b1, b2, etc. bs into p1 of x into p2 of x into etc. pm of x is equal to c1, c2, etc. ct into q1 of x into q2 of x into etc. qn of x, where the bi's and ci's are irreducible polynomials of degree 0 and the pi of x and qi of x are irreducible polynomials of positive degree. Then x equal to t, m equal to n, and after renumbering the c's and q of x, we have ba equal to plus or minus ca for I equal to 1 to etc. up to s, pa of x equal to plus or minus q of x for I equal to 1 to etc. up to m. അപ്പോൾ തിയറത്തിൽ ഉദ്ദേശിക്കുന്ന ഇതാണ് ഏതൊരു പോളിനോമിയൽ എടുത്താലും അത് സീറോ പോളിനോമിയലും യൂണിറ്റും ഒന്നുമല്ല, അതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ കഴിയുമെന്നാണ് എഴുതിയിരിക്കുന്നത്. കോൺസ്റ്റൻറ്റുകൾ അതിനകത്തിൽ കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടെ ആദ്യമേ അങ്ങ് കോമൺ എടുത്ത് എഴുതി വെക്കും. എന്നിട്ട് ബാക്കി വരുന്ന പോളിനോമിയലിൽ മാത്രമുള്ള അതിനെ എടുത്തിട്ട് ഇറഡ്യൂസിബിൾ പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ പിന്നെ പറയുന്നത് ഈ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് യുണീക്ക് ആണെന്നാണ് പിന്നത്തെ പാർട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ നോൺ സീറോ നോൺ യൂണിറ്റ് പോളിനോമിയൽ ഫ്രം ഇസഡ് ഓഫ് എക്സ്. അത് പറഞ്ഞ പോലെ തന്നെ ഒരു എഫ് ഓഫ് എക്സ് നമ്മൾ എടുക്കുന്നു. ഇഫ് ഡിഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0, എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി 0 ആണെങ്കിൽ ദെൻ എഫ് ഓഫ് എക്സ് ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ദ റിസൾട്ട് ഫോളോസ് ഫ്രം ദി ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിതമെറ്റിക്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിനൊരു ഫാക്ടറൈസേഷൻ ഉണ്ട്, പ്രൈംസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ കഴിയുമെന്ന് നമുക്ക് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിതമെറ്റിക്കിനകത്ത് നമ്പേഴ്സിൻ്റെ ഫാക്ടറൈസേഷൻ പറയുന്നതാണ്, നിങ്ങൾ പഠിച്ചതാണ്. ഇനി ഇഫ് ഡിഗ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് ആണെങ്കിൽ ലെറ്റ് ബി ഡിനോട്ട് ദി കണ്ടൻറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് and let b1, b2, etc. bs be the factorization of b as a product of primes. b എന്ന് പറയുന്നത് കണ്ടൻറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിനകത്തിലെ കോഎഫിഷ്യൻറ്റുകളുടെ GCD ആണ് നമ്മുടെ b എന്ന് പറയുന്നത്. ആൻഡ് ലെറ്റ് b1 അപ്പം ഈ കോഎഫിഷ്യൻറ്റുകളുടെ GCD ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ, അപ്പോൾ അതിനെ നമുക്കങ്ങ് കോമൺ എടുക്കാൻ പറ്റുമല്ലോ, GCD ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും കൂടെ ഉള്ള ഡിവൈസറാണ്, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറാണ്. അപ്പോൾ അതാണ് ബി. അതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്താൽ b1, b2, etc. bs എന്ന് കിട്ടും. ബി ദ ഫാക്ടറൈസേഷൻ ഓഫ് ബി ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദെൻ എഫ് ഓഫ് എക്സ് ഇസിക്കൽ b1, b2, etc. bs ഇൻറ്റു f1 ഓഫ് എക്സ് എന്ന് കിട്ടും. ഈ f1 ഓഫ് എക്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു Z ഓഫ് എക്സ് ആണ്. അതേപോലെ അത് പ്രിമിറ്റീവ് ആണ്, കാരണം അതിൻ്റെ കണ്ടൻറ്റ് നമ്മളിങ്ങ് ആദ്യമേ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ GCD ബാക്കിയുള്ള f1 ഓഫ് എക്സിനകത്തുള്ളതിൻ്റെ കോഎഫിഷ്യൻറ്റുകളുടെ GCD എന്ന് പറയുന്നത് 1 ആയിരിക്കും. അത് പ്രിമിറ്റീവ് ആണ്. അതുകൊണ്ട് ഇനി ഡിഗ് f1 ഓഫ് എക്സിക്കുള്ള ഡിഗ് f ഓഫ് എക്സ് ആണ്. ദസ് ടു പ്രൂവ് ദ എക്സിസ്റ്റൻസ് പോർഷൻ ഓഫ് ദി തിയറം. അപ്പം ഇങ്ങനൊരു ഫാക്ടറൈസേഷൻ ഉണ്ടെന്ന് നമുക്ക് കാണിക്കണം, പൂർണ്ണമായിട്ടില്ലല്ലോ. ഇറ്റ് സഫീസസ് ടു ഷോ ദാറ്റ് എ പ്രിമിറ്റീവ് പോളിനോമിയൽ f ഓഫ് എക്സ് ഓഫ് പോസിറ്റീവ് ഡിഗ്രി ക്യാൻ ബി റിട്ടൺ ആസ് എ പ്രോഡക്റ്റ് ഓഫ് റെഡ്യൂസിബിൾ പോളിനോമിയൽസ് ഓഫ് പോസിറ്റീവ് ഡിഗ്രി. അപ്പോൾ നമ്മൾ നോക്കിക്കുക, നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു സാധാരണ പോളിനോമിയൽ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കണ്ടൻറ്റ് ആദ്യമേ ഇങ്ങനെ കോമൺ ആയിട്ട് എടുത്തിട്ട് അതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു f1 ഓഫ് എക്സ് കിട്ടും. പിന്നെ ഈ f1 ഓഫ് എക്സ് പ്രിമിറ്റീവ് ആണ്, പിന്നെ അതിൻ്റെ ഫാക്ടറൈസേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്രിമിറ്റീവ് പോളിനോമിയൽ എടുത്തിട്ട് അതിൻ്റെ കാര്യം പ്രൂവ് ചെയ്താലും ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി പ്രൂവ് ദ തിയറം ബൈ ഇൻഡക്ഷൻ ഓൺ ഡിഗ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇൻഡക്ഷൻ വെച്ചിട്ട് ചെയ്യാം. ഡിഗ് എഫ് ഓഫ് എക്സ് ഇസിക്കൽ 1 ആണെങ്കിൽ ദെൻ എഫ് ഓഫ് എക്സ് ഈസ് ഓൾറെഡി ഇറഡ്യൂസിബിൾ. ഓക്കെ, കാരണം ഫസ്റ്റ് ഡിഗ്രി ഉള്ള പോളിനോമിയലിനെ പിന്നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ കഴിയില്ലല്ലോ, പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റായിട്ട് പിന്നെ എഴുതാൻ പറ്റത്തില്ല. ദെൻ എഫ് ഓഫ് എക്സ് ഈസ് ഓൾറെഡി റെഡ്യൂസിബിൾ ആൻഡ് വി ആർ ഡൺ. നൗ സപ്പോസ് ദാറ്റ് ഒരു പ്രിമിറ്റീവ് പോളിനോമിയൽ ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഡിഗ് എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടേൺ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇറഡ്യൂസിബിൾസ് ഓഫ് പോസിറ്റീവ് ഡിഗ്രി. ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് എല്ലാ പ്രിമിറ്റീവ് പോളിനോമിയൽസിൽ എഫ് ഓഫ് എക്സിനേക്കാളും താഴെ ഡിഗ്രി ഉള്ള
അപ്പോൾ ട്രിവിയൽ കേസ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്ത ഡിഗ്രി ഓഫ് എക്സിനേക്കാളും ഡിഗ്രി കുറവുള്ള എല്ലാ പോളിനോമിയൽസിനെയും നമുക്ക് ഇറഡ്യൂസിബിൾസിൻ്റെ പ്രോഡക്റ്റ് ഇട്ട് എഴുതാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഇറഡ്യൂസിബിൾ ദർ ഈസ് നത്തിങ് ടു പ്രൂവ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി എഫ് ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ അല്ലെങ്കിൽ നമുക്കതിനെ രണ്ട് പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ കഴിയുമല്ലോ. എഫ് എക്സ് ഇസിക്കൽ ജി എഫ് എക്സിൻ്റെ എച്ച് എഫ് എക്സ്, അങ്ങനെ രണ്ടെണ്ണം കിട്ടും. വേർ ബോത്ത് ജി എഫ് എക്സ് ആൻഡ് എച്ച് എഫ് എക്സ് ആർ പ്രിമിറ്റീവ്. രണ്ടും പ്രിമിറ്റീവ്, കാരണം എഫ് ഓഫ് എക്സ് പ്രിമിറ്റീവ് ആണ്. ആൻഡ് ഹാവ് ഡിഗ്രി ലെസ് ദാൻ ദാറ്റ് ഓഫ് എഫ് ഓഫ് എക്സ്. രണ്ടിൻ്റെ ഡിഗ്രി എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രീനേക്കാളും കുറവാണ്. അപ്പോൾ ബൈ ഇൻഡക്ഷൻ നമുക്ക് ഈ രണ്ടെണ്ണത്തിനും രണ്ടെണ്ണവും പ്രിമിറ്റീവുമാണ്. അതിനെ ബൈ ഇൻഡക്ഷൻ ബോത്ത് ജി എഫ് എക്സ് ആൻഡ് എച്ച് എഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇറഡ്യൂസിബിൾസ്. രണ്ടിനെയും ഇറഡ്യൂസിബിൾസിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാൻ കഴിയും ഓഫ് പോസിറ്റീവ് ഡിഗ്രി. ക്ലിയർലി ദെൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ ഇപ്പം കിട്ടിയ പ്രോഡക്റ്റ് എടുത്തിട്ട് ഈ പറഞ്ഞ ജിയുടെ എച്ചിൻ്റെ സ്ഥാനത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫിൻ്റെ ഒരു ഫാക്ടറൈസേഷൻ കിട്ടത്തില്ലേ. ടു പ്രൂവ് ദ യുണീക്നെസ് പോർഷൻ ഓഫ് ദി തിയറി. ഇനി അടുത്ത യുണീക്നെസ് പോർഷനാണ്. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു B1 B2 എക്സെട്ര BS ഇൻറ്റു P1 ഓഫ് എക്സ് ഇൻറ്റു P2 ഓഫ് എക്സ് ഇൻറ്റു എക്സെട്ര PM ഓഫ് എക്സ്. ഇനി മറ്റൊരു ഫാക്ടറൈസേഷൻ ഉണ്ടെന്ന് എടുക്കുന്നത് C1 C2 എക്സെട്ര CT ഇൻറ്റു Q1 ഓഫ് എക്സ് ഇൻറ്റു Q2 ഓഫ് എക്സ് ഇൻറ്റു എക്സെട്ര ഇൻറ്റു Qn ഓഫ് എക്സ്. വേർ ദ BIs and CIs are irreducible polynomials of degree 0. BIസും CIസും ഇറഡ്യൂസിബിൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി 0 കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ദി PIസും QIസും എല്ലാം ഇറഡ്യൂസിബിൾസ് ആണ്. രണ്ട് തരം ഫാക്ടറൈസേഷൻ ഉണ്ടെന്ന് നമ്മൾ എടുക്കുന്നു. ഇനി ആദ്യത്തെ B1 B2 എക്സെട്ര BSനെ നമ്മൾ B എന്നും രണ്ടാമത്തെ C1 C2 എക്സെട്ര CTനെ നമ്മൾ C എന്നും വിളിക്കുന്നു. സിൻസ് ദ P ഓഫ് എക്സ് ആൻഡ് Q ഓഫ് എക്സ് ആർ പ്രിമിറ്റീവ്, എല്ലാം പ്രിമിറ്റീവ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫ്രം ഗോസസ് ലെമ്മ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ പ്രിമിറ്റീവുകളുടെ പ്രോഡക്റ്റും പ്രിമിറ്റീവ് ആയിരിക്കും. അപ്പോൾ P1 P2 എക്സെട്ര PM പ്രിമിറ്റീവ് ആണ്. അതേപോലെ തന്നെ Q1 Q2 എക്സെട്ര Qn പ്രിമിറ്റീവ് ആണ്. ഹെൻസ് ബോത്ത് ബിയും സിയും എന്താണ്? അപ്പോൾ hence both B and C must equal plus or minus the content of f of x and therefore are equal in absolute value. അപ്പോൾ നമ്മളിപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്. ഈ പറഞ്ഞ രണ്ട് ഫാക്ടറൈസേഷനും ഈക്വൽ. അത് ഒരേ പോളിനോമിയലിൻ്റെ ഫാക്ടറൈസേഷനാണ്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നതിനകത്തിൽ ഈ B1 B2 എക്സെട്ര B C1 C2 എക്സെട്ര CT എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസിൻ്റെ ഡിഫറൻസ് വരാം. കാരണം ആ പ്ലസ് ഓർ മൈനസ് ഈ പറഞ്ഞ ഈ ക്യൂവിനകത്തോട്ട് അബ്സോർബ് ചെയ്യപ്പെടാമല്ലോ. അപ്പം അതെന്ന് പറയുന്ന ഈ കോൺസ്റ്റൻറ്റുകൾ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് ഈക്വൽ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈനസിൻ്റെ പ്ലസിൻ്റെ ഡിഫറൻസ് വരുന്ന ഒഴികെ ബാക്കി എല്ലാം അത് ഒരുപോലെ ആയിരിക്കും. ഫ്രം ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് വി ഗെറ്റ് S ഈക്വൽ ടു T എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ബാക്കിയെല്ലാം പോളിനോമിയലാണ്. കോൺസ്റ്റൻറ്റുകൾ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ്. ആൻഡ് ആഫ്റ്റർ റീനമ്പറിങ്, ഇനി ഇതിനകത്തിൽ വരുന്ന അതായത് ഈ BIകളും CIകളും എല്ലാം ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുവാന്നേ ഉള്ളൂ. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ BI C ഇപ്പോൾ നമ്മൾ ഈ ഒരുപോലെ വരുന്ന ആളിനെ ഇപ്പോൾ B1ഉം C1ഉം ഒരുപോലെ ആവണമെന്നില്ല. പക്ഷേ B1ഉം ഇനി ഇടയ്ക്ക് വരുന്ന ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. അതിനെ പിടിച്ചാൽ അങ്ങ് C1 എന്നും കൊടുക്കുക. അതിനെ റീനമ്പറിങ് എന്ന് ഉദ്ദേശിക്കും. അപ്പോൾ നമുക്ക് BICകൾ പ്ലസ് ഓർ മൈനസ് CI ആവുന്ന രീതിയിൽ കിട്ടും. ക്യാൻസലിങ് ദി കോൺസ്റ്റൻറ്റ് ടേംസ് ഇൻ ദി ടു ഫാക്ടറൈസേഷൻസ് ഫോർ എഫ് ഓഫ് എക്സ്. രണ്ട് കോൺസ്റ്റൻറ്റ് ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന P1 ഓഫ് എക്സ് ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര PM ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് Q1 Q2 എക്സെട്ര Qn എന്ന് കിട്ടും. നൗ വ്യൂയിങ് ദി P ഓഫ് എക്സ് ആൻഡ് Q ഓഫ് എക്സ് ആസ് എലമെൻറ്റ്സ് ഓഫ് Q ഓഫ് എക്സ്. ഓക്കെ, ആൻഡ് നോട്ടിങ് ദാറ്റ് P1 ഓഫ് എക്സ് ഡിവൈഡ്സ് Q1 ഇത് നോക്കിക്കുക, നമുക്ക് മനസ്സിലാവും ഇതിനകത്തുനിന്ന്. ഈ P1 ഓഫ് എക്സ് കൊണ്ട് നമുക്ക് റൈറ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത്? ലെഫ്റ്റിലുള്ള P2 എക്സെട്ര PM ആയിരിക്കും. എന്ന് പറഞ്ഞാൽ P1 ഓഫ് എക്സ് കൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നു. ഇറ്റ് ഫോളോസ് ഫ്രം കൊറോളറി 2 ഓഫ് തിയറം 17.5 ആൻഡ് ഇൻഡക്ഷൻ ദാറ്റ് P1 ഓഫ് എക്സ് ഇതിലേതെങ്കിലും ഒന്നിനെ ഡിവൈഡ് ചെയ്തിരിക്കും. P1 ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആയതുകൊണ്ട്. അപ്പോൾ ആ ഡിവൈഡ് ചെയ്യുന്ന ആളിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? ഒന്നാമത്തെ ആളെന്ന് Q1 എന്നങ്ങ് വിളിക്കുന്നു. അതിനാണ് റീനമ്പറിങ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബൈ റീനമ്പറിങ് വി മേ അസ്യൂം I equal to 1. Then since Q1 of x is irreducible, we have Q1 of x is equal to R by S into P1 of x, where R comma S belongs to Z. Also after cancelling we have ഇനി ഈ പറഞ്ഞ
Q1ഉം P1ഉം കൂടി നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് എന്താണ്, പ്ലസ് ഓർ മൈനസ് P2 എക്സെട്ര PM ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് Q2 എക്സെട്ര QN ഓഫ് എക്സ് എന്നാണ്. ഓക്കെ, ഇനി അടുത്ത P2 കൊണ്ട് റൈറ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിലേതെങ്കിലും ഒന്നിനെ ആയിരിക്കും ആ ഡിവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ Q2 എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഉള്ള Q2 മാറ്റിയിട്ട് അതിനെ Q2 എന്ന് വിളിക്കുന്നു, അതിനെ ക്യാൻസൽ ചെയ്ത് കളയുന്നു. വീണ്ടും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പോകും. Repeat the argument above with P2 of x in place of P1 of x if m less than n after m such steps. അപ്പം ഈ P1 P2 എക്സെട്ര PM വരെ ഉള്ളത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇപ്പം എന്താണ് 1 മാത്രമേ ഉള്ളൂ ലെഫ്റ്റ്. റൈറ്റ് സൈഡിലോ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ, പക്ഷേ അത് പോസിബിൾ അല്ലല്ലോ. 1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ ഇനി അല്ലാതെ m ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ റൈറ്റ് സൈഡിൽ എന്താവും, പ്ലസ് ഓർ മൈനസ് 1 ആവും. ലെഫ്റ്റ് സൈഡിൽ പോളിനോമിയൽ അതും പോസിബിൾ അല്ല. അതുകൊണ്ട് m ഈക്വൽ ടു n ആവണം. PI ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് QI ഓഫ് എക്സ് ആവും ആഫ്റ്റർ സ്യൂട്ടബിൾ റീനമ്പറിങ് ഓഫ് ദി Q ഓഫ് എക്സ്.